ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. കുറേ നേരം കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ ഹോസ്പിറ്റലൊന്ന് പോകണമായിരുന്നു. അങ്ങനെ അനിയനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി. ആക്ച്വലി 2 ദിവസം മുമ്പേ പോകേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ്. പിന്നെ ഇന്ന് പോകാമെന്ന് വെച്ച്, ഇന്ന് ഫ്രീ ആണല്ലോ. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ കണ്ടു. 2-3 മെഡിസിനൊക്കെ തന്നു. അതും മേടിച്ചുകൊണ്ട് പിന്നെ തിരിച്ച് നടന്നു പോകാമെന്ന് വെച്ച്. കുറേ നാളായി നടപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇല്ല കേട്ടോ. പിന്നെ നേരെ ആ കടൽപ്പാലത്തിൻ്റെ അടുത്ത് വന്ന് അവിടെ കുറേ നേരമൊക്കെ നോക്കി നിന്നു. പിന്നെ തൊട്ടടുത്ത് ചന്തയാണല്ലോ, അപ്പോൾ അങ്ങോട്ടൊന്ന് അവിടെ ഇഷ്ടംപോലെ മീനുണ്ട്. അങ്ങോട്ട് പോയി ഞാൻ അതൊക്കെ കണ്ടു. പിന്നെ അവിടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പറയാൻ പറ്റില്ല, അമ്മച്ചിമാർക്കെങ്ങാനും എന്തെങ്കിലും പിടിക്കാഴിക വന്നു കഴിഞ്ഞാലേ നല്ലത് പറഞ്ഞു വിടും. അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. പിന്നെ വീണ്ടും ഇപ്പുറത്തേക്ക് വന്ന് അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ നിന്ന് അവിടെ കുറേ നേരം നിന്ന് ഇങ്ങനെ കടലിലേക്ക് നോക്കി നിന്നപ്പോൾ നമുക്കൊരു നല്ലൊരു റിലാക്സേഷനാണ് കേട്ടോ. കടലിങ്ങനെ ശാന്തമായി കിടക്കുക, വലിയ തിരയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അവിടെ 2-3 അപ്പച്ചന്മാരൊക്കെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെറിയ ജോലി ചെയ്യുന്നുണ്ട്, കടലിൽ പോകുന്നവരെ. അങ്ങനെ അവിടെ അല്പനേരം നിന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഇത് സെൻറ്റ് ആൻ്റണീസ് ചർച്ച്, കാത്തലിക് ചർച്ച്. അവിടെയാണെങ്കിൽ പള്ളിയുടെ ചില പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്ന് വരിക വീട്ടിലോട്ട്. ഇത് CSI ചർച്ചിൻ്റെ, വലിയതുറ CSI ചർച്ചിൻ്റെ ഒരു സ്റ്റാറാണ്. അത് ക്രിസ്മസിന് വെച്ചത്. അത് ഇതുവരെ അവർ മാറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ജംഗ്ഷൻ എത്താറായി. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അനിയൻ അമ്മയും കൊണ്ട് അക്ഷയയിൽ പോയിട്ട് വന്ന്. പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എന്നെയും കാത്തൊരു പാഴ്സൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പൊട്ടിച്ച് നോക്കാനുള്ള ആ ഒരു വെപ്രാളത്തിലാണ്. അതെനിക്ക് അത്യാവശ്യം വേണ്ടൊരു കാര്യമായിരുന്നു കേട്ടോ, ഒരു റിംഗ് ലൈറ്റ്. അപ്പോൾ സത്യം അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെ സിസ്റ്റർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. എനിക്ക് വേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാതിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം ഇങ്ങനെ നമ്മുടെ കയ്യിൽ വരുമ്പോഴേ അതൊരു വല്ലാത്തൊരു ഒരു അനുഭവമാണ്. ഉച്ചയ്ക്ക് ഇന്ന് ചോറിന് പകരം ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. കഞ്ഞിയും ചമ്മന്തിയും പയറും അച്ചാറും. കഞ്ഞി കുടിച്ചിട്ട് പിന്നെ നേരെ പോയി ഒന്ന് കിടന്നു.